ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തെ വലുതുമായ റെയിൽവേ ശൃംഖല നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രതിദിനം 20,000-ലധികം ട്രെയിനുകൾ ഓടിക്കുകയും 23 ദശലക്ഷത്തിലധികം യാത്രക്കാരെ വഹിക്കുകയും ചെയ്യുന്ന സംവിധാനം ചരക്ക് നീക്കത്തിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. 2020 മുതൽ 24 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ പാഴ്വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ റെയിൽവേ നേടിയത് 19,000 കോടിയിലധികം രൂപയാണ്. ഈ കാലയളവിൽ 6.2 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം ഇരുമ്പിന്റെ പാഴ്വസ്തുക്കളാണ് റെയിൽവേ ശേഖരിച്ചത്. മിഷൻ സീറോ സ്ക്രാപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതീകരണം ലക്ഷ്യമിട്ട് പഴയ ഡീസൽ എഞ്ചിനുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയാണ്. 2020-നും 2024-നും ഇടയിൽ 1000-ലധികം ഡീസൽ എഞ്ചിനുകളാണ് സർവീസിൽ നിന്നും ഒഴിവാക്കി സ്ക്രാപ്പാക്കിയത്. 2020 ജൂലൈയിൽ ഡീസൽ എഞ്ചിനുകളുടെ സർവീസ് കാലാവധി 36 വർഷത്തിൽ നിന്നും 30 വർഷമായി റെയിൽവേ ബോർഡ് കുറച്ചതോടെ ഈ നീക്കത്തിന് വേഗം കൂടി. 100% വൈദ്യുതീകരണവും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തലുമാണ് ഈ നീക്കത്തിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. കൂടാതെ പഴയതും ഉപയോഗശൂന്യവുമായ 37,242 പാസഞ്ചർ കോച്ചുകളും വാഗണുകളും റെയിൽവേ നീക്കം ചെയ്തു. ഇതിൽ 24,000-ലധികം ചരക്ക് വാഗണുകളും 12,000-ഓളം പഴയ ICF കോച്ചുകളും ഉൾപ്പെടുന്നു. സീറോ സ്ക്രാപ്പ് ബാലൻസ് നയം റെയിൽവേ ഇപ്പോൾ കർശനമായി പാലിക്കുന്നു എന്നതാണ് പ്രധാനം. ഇത് റെയിൽവേ യാർഡുകളിലെ വൃത്തികേടുകൾ ഒഴിവാക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും റീസൈക്ലിംഗ് ഉറപ്പാക്കുകയും ചെയ്യുന്നു.